ഇന്ന് രാവിലെ ഞാൻ ബസലിക്കയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ ഫസ്റ്റ് ട്രെയിൻ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ഒരു 2-3 സ്റ്റോപ്പാണുള്ളത്. ഒരു 10-15 മിനിറ്റ്സ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-15 മിനിറ്റ്സ് പോയി ബസലിക്കയായി. ബസലിക്കയിൽ പോപ്പിനെ കാണാൻ പോയി. പക്ഷെ ബസലിക്കയിൽ പോകാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര തിരക്കായിരുന്ന കാരണം കൊണ്ട് ഉള്ളിലേക്ക് എൻട്രി കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടുള്ളൂ. 6 o'clock പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 o'clock ബസലിക്ക തുറക്കണ സമയം 7 o'clock ആണ്. അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതാണ് ഒരു നൈറ്റ് വ്യൂ. നമ്മളവിടെ എത്തുമ്പോൾ വെളിച്ചം വന്നിട്ടില്ല. അപ്പോൾ ഇത് നൈറ്റ് വ്യൂ ആണിത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടും കാണാൻ പറ്റി, ഡേ ടൈമിലുള്ള വ്യൂ രണ്ടും കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ അന്നാൾ പോപ്പിനെ കാണാൻ പോയത്. ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് പോപ്പിനെ കണ്ടത്. അപ്പോൾ വെറും വെനസ്ഡേ മാത്രമാണ് പോപ്പിനെ നമുക്ക് കാണാൻ പറ്റുന്ന ദിവസം. അതും നമ്മൾ മുൻകൂട്ടിയിട്ട് അതിന് ടിക്കറ്റ് എടുക്കുകയൊക്കെ ചെയ്യണം. ബസലിക്കയുടെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുള്ളാണ് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇങ്ങനത്തെ ഒരു ചർച്ച് കാണാൻ പറ്റണത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അതിലുള്ള ഓരോ കൊത്തുപണികളും അത്രയും എന്താ പറയുക, അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര ഒരു ഇതായിരുന്നു. കുറച്ച് നേരം അതിനൊക്കെ കറങ്ങി നടന്ന്, പിന്നെ പ്രത്യേകിച്ച് അവിടെ മാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മാസിനൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ബസലിക്കയുടെ ഉള്ളിലൊക്കെ ഇത് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബസലിക്ക വിസിറ്റ് ചെയ്യാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ.